So, working capital management. So, working capital management involves the management and control of gross current asset. So, gross current asset എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മെയിൻ ആയിട്ട് വരുന്നത് കറണ്ട് അസറ്റിൻ്റെ കോമ്പണൻസ് ആയിട്ട് വരുന്നത് ഇൻവെൻട്രി ഉണ്ട്, ക്യാഷ് ഉണ്ട്, റിസീവബിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ഇൻവോൾവ്സ് ഡിസൈഡിങ് അപ്പോൺ ദ എമൗണ്ട് ആൻഡ് കോമ്പോസിഷൻ ഓഫ് കറണ്ട് അസറ്റ് and how much to finance these assets. So, working capital management involves three things. It involves the management of inventory, cash and receivables. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റിൽ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്, സെക്കൻഡ് വൺ ക്യാഷ് മാനേജ്മെൻ്റ് ആണ്, and third one receivables management ആണ്. ഓക്കെ, സോ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്താ ഒരു ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ വാട്ട് ഡു യു മീൻ ബൈ ആൻ ഇൻവെൻട്രി? ഇൻവെൻട്രി മീൻസ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. സോ സ്റ്റോക്ക് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ ഇൻവെൻട്രി എന്ന് പറയുന്നത്. എലമെൻറ്റ്സ് ഓഫ് ഇൻവെൻട്രി ഏതൊക്കെയാണ് ഇൻവെൻട്രിയിൽ വരിക? ദാറ്റ് ഈസ് റോ മെറ്റീരിയൽ വരും. റോ മെറ്റീരിയൽ തന്നെ ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്, ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. വർക്ക് ഇൻ പ്രോഗ്രസ്സിലെ ഇൻവെൻട്രി വരും, അതേപോലെ തന്നെ ഫിനിഷ്ഡ് ഗുഡ്സിലെ ഇൻവെൻട്രി വരും. ഇത് 3 മെയിൻ കാറ്റഗറി, അതായത് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഒരു മേജർ പോർഷൻ ഇൻവെൻട്രിയുടെ മേജർ പോർഷൻ ഇതിലായിരിക്കും. അതേപോലെ തന്നെ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ഇത് കൂടാണ്ട് ഇൻവെൻട്രി വരാനുള്ള സാധ്യത കൺസ്യൂമബിൾ സ്റ്റോഴ്സിലുണ്ടായിരിക്കും. ഓക്കെ, ഈ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫീസ് സപ്ലൈസ് ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. പേപ്പർ, പെൻ, ഫയൽ ഫോൾഡേഴ്സ്, പോസ്റ്റ് ഇറ്റ് നോട്ട്സ്, കമ്പ്യൂട്ടർ ഡിസ്ക്, ടോണർ, ഇങ്ക്, കാട്രിഡ്ജ്, ഇതൊക്കെയാണ് കൺസ്യൂമബിൾ സ്റ്റോഴ്സ്. സോ അതിലും സ്റ്റോക്ക് വരാം. അതേപോലെ തന്നെ സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസ്, ബോൾസ്, നട്ട്സ്, ക്ലാംസ്, സ്ക്രൂസ്, ഇതിലൊക്കെ സ്റ്റോക്ക് വരാം. പക്ഷേ ഇതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള എമൗണ്ട് ഉണ്ടായിരിക്കുള്ളൂ. മെയിനായിട്ട് ഇൻവെൻട്രി വരുന്നത് അല്ലെങ്കിൽ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് വരുന്നത് 3 കാര്യങ്ങളാണ്. അതായത് റോ മെറ്റീരിയൽ, വർക്ക് ഇൻ പ്രോഗ്രസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സിലാണ് വരുന്നത്. സോ ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇത് 3 കാര്യങ്ങളാണെങ്കിലും ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആണെങ്കിലും ക്യാഷ് മാനേജ്മെൻറ്റ് ആണെങ്കിലും റിസീവബിൾസ് മാനേജ്മെൻറ്റ് ആണെങ്കിലും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക. അതായത് ഇൻവെൻട്രി ഒരുപാട് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതേപോലെ തന്നെയാണ് ക്യാഷ് കൂടാനും പാടില്ല, കുറയാനും പാടില്ല. റിസീവബിൾസ് പ്രോപ്പറായിട്ട് അവരുടെ കയ്യിൽ നിന്ന് എമൗണ്ട് പിടിച്ചെടുക്കണം, ഡെറ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എമൗണ്ട് പിടിച്ചെടുക്കണം. സോ ഇതൊക്കെ ഒപ്റ്റിമത്തിൽ മെയിൻറ്റെയിൻ ചെയ്തു പോവുക. ക്യാഷ് ആണെങ്കിലും ഇൻവെൻട്രി ആണെങ്കിലും കൂടാനും പാടില്ല, കുറയാനും പാടില്ല. അതാണ് ഇവിടെ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് ഡിഫറെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടെക്നിക്സ് അഡോപ്റ്റ് ചെയ്യുന്നുണ്ട്? EOQ ഉണ്ട്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സ്റ്റോക്ക് ലെവൽസ് ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോക്ക് ലെവൽസ്, മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ലെവൽ എന്ന് പറഞ്ഞിട്ട്. ABC അനാലിസിസ്, ഓൾവേസ് ബെറ്റർ കൺട്രോൾ അനാലിസിസ്. സോ ഇൻവെൻട്രീനെ അവിടെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് VED അനാലിസിസിലും ഇൻവെൻട്രീനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ അനാലിസിസ് ആണ്. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യണോ, അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യണോ. ജസ്റ്റ് ഇൻ ടൈം. സോ ടൊയോട്ട എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇത് ഫസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. 0 ഇൻവെൻട്രി ആണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ജസ്റ്റ് ഇൻ ടൈം. ഏജിങ് ഷെഡ്യൂൾ ഓഫ് ഇൻവെൻട്രി. സോ പ്രോപ്പറായിട്ട് ഒരു ഏജിങ് ഷെഡ്യൂൾ കൊണ്ടുവരിക ഇൻവെൻട്രിക്ക്. ദെൻ ഓരോ ഇൻവെൻട്രീനെ ക്ലാസിഫൈ ചെയ്യുക, അതേപോലെ തന്നെ അതിനെ കോഡ് കൊടുക്കുക. സോ കോഡിഫിക്കേഷൻ ചെയ്യുന്ന പല മെത്തേഡിലാണ്. ന്യൂമറിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൽഫബറ്റിക് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് കോഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആൽഫ ന്യൂമറിക് കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള കോഡ് യൂസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ട്. ഇതിലത്തെ ഫസ്റ്റ് 2 ടെക്നിക്കിൽ ഞങ്ങൾക്ക് പ്രോബ്ലം ഉണ്ട്. സോ ഫസ്റ്റ് വൺ EOQ ആണ്. നമുക്ക് EOQ നോക്കാം. സോ നമുക്ക് നോക്കാം എന്താണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Economic order quantity can be defined as the quantity which is the most economical to order at a time.
it is the ordering quantity which minimizes the total cost of inventory. So ഒരു ക്വാണ്ടിറ്റി ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള കോസ്റ്റാണ് വരിക. സോ അതാണ് നമുക്ക് ടോട്ടൽ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഓർഡറിങ് കോസ്റ്റ് ഉണ്ടായിരിക്കും, ക്യാരിയിങ് കോസ്റ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ രണ്ട് തരത്തിലുള്ള കോസ്റ്റാണ് നമുക്കൊരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ വരുന്നത്. സോ ഈ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർഡറിങ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് റിലേറ്റഡ് ടു അക്വിസിഷൻ ഓഫ് റോ മെറ്റീരിയൽ. റോ മെറ്റീരിയൽ നേടിയെടുക്കാനായിട്ട്, അതായത് റോ മെറ്റീരിയൽ ഓർഗനൈസേഷനിലേക്ക് എത്തിക്കാനായിട്ട് എന്തൊക്കെ ചിലവുകൾ വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ഓർഡറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ടെലിഫോൺ ചെയ്യേണ്ടതായിരിക്കും, സാലറി കൊടുക്കേണ്ടതായിരിക്കും, ഓഫ് സ്റ്റാഫ് എൻഗേജ്ഡ് ഇൻ പ്ലേസിങ് ഓർഡേഴ്സ്, റിസീവിങ് ആൻഡ് ഇൻസ്പെക്ഷൻ. ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ, റിസീവ് ചെയ്യാനായിട്ട്, ഇൻസ്പെക്ഷൻ ചെയ്യാനായിട്ട് സ്റ്റാഫുകൾ, അതിന് വേണ്ടിയിട്ട് മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്റ്റാഫുകൾ ഇരിക്കുന്നതായിരിക്കും. സോ അവർക്ക് കൊടുക്കുന്ന സാലറി, ദെൻ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് അതിൽ വരും, ദെൻ ടെലിഫോൺ എക്സ്പെൻസസ് വരും. ഇതൊക്കെയാണ് ഓർഡറിങ് കോസ്റ്റിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ക്യാരിയിങ് കോസ്റ്റാണ്. സോ എന്താണ് ക്യാരിയിങ് കോസ്റ്റ്? സ്റ്റോറേജ് കോസ്റ്റിനെയാണ് നമ്മൾ ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് സ്റ്റോക്ക് ഇൻ സ്റ്റോറേജ്. നമ്മൾ ആ സ്റ്റോക്ക് കീപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എത്ര ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ടോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ഹോൾഡിംഗ് കോസ്റ്റ്. ഫോർ എക്സാമ്പിൾ നമ്മളതിന് ഇപ്പോൾ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് നമുക്ക് ചിലപ്പോൾ ഒരു റൂം വേണ്ടി വരും, അതിന് നമ്മൾ റെൻറ്റ് കൊടുക്കേണ്ടി വരും. ദെൻ നമ്മുടെ സ്റ്റോക്കിന് ഇൻഷുർഡ് ആയിരിക്കും, സോ ആ ഇൻഷുറൻസ് എമൗണ്ട് അടയ്ക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ഇത് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ടാവും? സ്റ്റോർ സ്റ്റാഫിനെ വെക്കേണ്ടതായിരിക്കും, അവർക്ക് കൊടുക്കുന്ന സാലറി, വേസ്റ്റേജ് ആയിട്ട് അല്ലെങ്കിൽ ഒബ്സലസൻസ് ആയിട്ട് നമുക്ക് എന്ത് മെറ്റീരിയൽ നഷ്ടപ്പെടാം, ക്ലറിക്കൽ കോസ്റ്റ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയണത്? ക്യാരിയിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് അതായത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന കോസ്റ്റിനെ ഓർഡറിങ് കോസ്റ്റും ക്യാരിയിങ് കോസ്റ്റായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്നാൽ ഇതിൻ്റെ ക്യാരക്ടർ രണ്ടാണ്. അതായത് ഓർഡറിങ് കോസ്റ്റ്, നമ്മൾ കുറവ് ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് എങ്ങനെയാണ് വരിക? ഇപ്പോൾ നമുക്ക് ഗ്രാഫിൽ നോക്കാം. ഇത് ക്വാണ്ടിറ്റി ഓർഡേർഡ് ആണ്, ഇത് കുറവ് ക്വാണ്ടിറ്റി, ഇവിടെ ആകുമ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി വരും. ഓക്കെ, സോ ഇവിടെ ക്വാണ്ടിറ്റി കുറവ് ഓർഡർ ചെയ്യുമ്പോൾ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി ഹൈ. ഓക്കെ, ക്വാണ്ടിറ്റി കൂടുതൽ ഓർഡർ ചെയ്യുമ്പോൾ ഓർഡറിങ് കോസ്റ്റ് വിൽ ബി ലോ, ഏറ്റവും കുറവായിരിക്കും വരിക. ഇനി ഹോൾഡിംഗ് കോസ്റ്റിനെ സംബന്ധിച്ച് നോക്കാം. ഹോൾഡിംഗ് കോസ്റ്റ്, കുറവ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് കുറവായിരിക്കും, കൂടുതൽ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ ഹോൾഡിംഗ് കോസ്റ്റ് വിൽ ബി ഹൈ. സോ ഇത് രണ്ടും ഓപ്പോസിറ്റ് ആണ്. കുറവ് ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ ഹോൾഡിംഗ് കോസ്റ്റ് വളരെ കുറവേ വരുള്ളൂ. ഇപ്പോൾ നമുക്ക് 100 ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്യണമെങ്കിൽ നമുക്കൊരു റൂം മതിയായിരിക്കും. നമ്മളൊരു 5000 യൂണിറ്റാണ് ഓർഡർ ചെയ്യണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് 2-3 റൂം നമുക്ക് റെൻറ്റിന് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായിരിക്കും? കോസ്റ്റ് കൂടും. അപ്പോൾ ക്വാണ്ടിറ്റി കൂടുതൽ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് ഹോൾഡിംഗ് കോസ്റ്റ് നമുക്ക് കൂടും. ഇത് നോക്കാനായിട്ട് കൂടുതൽ ആളിനെ നിർത്തേണ്ടി വരും. കൂടുതൽ സ്റ്റോക്ക് വരുമ്പോൾ ഇൻഷുറൻസ് എമൗണ്ട് കൂടും, പ്രീമിയം കൂടും, അല്ലേ? അപ്പോൾ കുറവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ പ്രീമിയം ഒക്കെ വളരെ കുറവായിരിക്കും, റെൻറ്റൊക്കെ വളരെ കുറവായിരിക്കും. ഒരു സ്റ്റാഫിനെയോ 2 സ്റ്റാഫിനെയോ വെച്ചാൽ മതിയാവും. എന്നാൽ കൂടുതൽ ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് പ്രീമിയം കൂടുതലായിരിക്കും, 2-3 സ്റ്റാഫിന് കൊടുക്കേണ്ട സാലറി, ഇതൊക്കെ വരും. ഓർഡറിങ് കോസ്റ്റ് എങ്ങനെയാണ്? കുറവ് ക്വാണ്ടിറ്റിയാണ് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കോസ്റ്റ് വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു ട്രക്കിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ആ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ട്രക്കിൽ നമുക്ക് 5000 യൂണിറ്റ് കൊണ്ടുവരാം. 5000 യൂണിറ്റ് ആണെങ്കിലും 100 യൂണിറ്റ് ആണെങ്കിലും നമുക്ക് സെയിം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് വരുന്നത്. സോ അവിടെ കുറവ് ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് എന്താ? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വിൽ ബി ഹൈ. കൂടുതൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഓർഡറിങ് കോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമുക്ക് വളരെ കുറയും. ഓക്കെ, സോ ഇത് രണ്ടും കൂടിയതാണ് ടോട്ടൽ കോസ്റ്റ്. സോ ടോട്ടൽ കോസ്റ്റ് എങ്ങനെയാണ്? കുറവാണെങ്കിൽ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് നമുക്ക് ടോട്ടൽ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടേ വരും. ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ദ ലോവസ്റ്റ്. ഈ പർട്ടിക്കുലർ യൂണിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ
എന്താ റീഓർഡർ ക്വാണ്ടിറ്റി കൂട്ടുകയാണെങ്കിൽ ടോട്ടൽ കോസ്റ്റ് വിൽ ബി ഹൈ. സോ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എന്തായിരിക്കും, നമുക്ക് ഏറ്റവും കുറവായിരിക്കും ടോട്ടൽ കോസ്റ്റ്. ഈ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് വിൽ ബി ദ ലോ. അതിനെയാണ് നമ്മൾ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് പല മെത്തേഡ്സ് ഉണ്ട്. ആൾജിബ്രിക് മെത്തേഡ് ഉണ്ട്, ഗ്രാഫിക്കൽ മെത്തേഡ് ഉണ്ട്, ടാബുലർ മെത്തേഡ് ഉണ്ട്, കോസ്റ്റ് കമ്പാരിസൺ മെത്തേഡ് ഉണ്ട്. എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ആൾജിബ്രിക് ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. സോ ഇ ഒ ക്യൂവിൻ്റെ ആൾജിബ്രിക് ഫോർമുല എന്ന് പറഞ്ഞാൽ EOQ √2CO/I. സി എന്ന് പറഞ്ഞാൽ അവിടെ ആനുവൽ കൺസംഷൻ ആണ്, അല്ലെങ്കിൽ ആനുവൽ ഒരു വർഷം എത്ര നമ്മൾ യൂസേജ് വരുന്നുണ്ട്, അതാണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് O ഫോർ കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ, ഒരു ഓർഡർ കൊടുക്കാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ട്. I എന്ന് പറഞ്ഞാൽ ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് ഓർ സ്റ്റോറേജ് കോസ്റ്റ് പെർ യൂണിറ്റ്, ഒരു യൂണിറ്റിന് നമുക്ക് എത്ര സ്റ്റോറേജ് കോസ്റ്റ് വരുന്നുണ്ട് മെറ്റീരിയലിനനുസരിച്ച്. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് I എപ്പോഴും ആനുവൽ ക്യാരിയിങ് കോസ്റ്റ് അല്ലെങ്കിൽ സ്റ്റോറേജ് കോസ്റ്റ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് വേണം, കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇത് ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും പറയാണ്, കോസ്റ്റ് ഓഫ് മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് വേണം I ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? സോ നോർമലി ഈ I ഞങ്ങൾക്ക് തരാം, ഇറ്റ് ഈസ് യൂഷ്വലി കാൽക്കുലേറ്റഡ് ആസ് എ ഗിവൺ പെർസെൻറ്റേജ് ഓഫ് വാല്യൂ ഓഫ് മെറ്റീരിയൽ പെർ യൂണിറ്റ്. കണ്ടോ, മെറ്റീരിയൽ പെർ യൂണിറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് തരിക. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് മെറ്റീരിയലിൻ്റെ പെർസെൻറ്റേജ് കാണും, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ. ഓൾസോ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. ഇതാണ് ക്വസ്റ്റ്യൻ. ആനുവൽ കൺസംഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് 10,000 കിലോ. ഒരു വർഷം 10,000 കിലോ ആണ് യൂസ് ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ, ഒരു ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് 50 റുപ്പീസാണ് വരുന്നത്. കോസ്റ്റ് പെർ കിലോ ഓഫ് മെറ്റീരിയൽ, ഒരു മെറ്റീരിയലിന് നമുക്ക് 2 രൂപയാണ് കോസ്റ്റ് വരുന്നത്. സ്റ്റോറേജ് കോസ്റ്റ് 8% ഓൺ ആവറേജ് ഇൻവെൻട്രി. സോ ഇൻവെൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോക്കാണ് ഉദ്ദേശിക്കുന്നത്. സോ 8% ആണ് സ്റ്റോക്കിൻ്റെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് പെർസെൻറ്റേജ് ആണ് ഞങ്ങൾക്ക് തരിക. അപ്പോൾ മെറ്റീരിയലിനെ ബേസ് ചെയ്തിട്ട് വേണം കാണാനായിട്ട്. POQൻ്റെ ഫോർമുല √2CO/I ആണ്. ആനുവൽ കൺസംഷൻ C ആണ്. നെക്സ്റ്റ് ഞങ്ങൾക്ക് O തന്നിട്ടുണ്ട്, CO കോസ്റ്റ് ഓഫ് പ്ലേസിങ് ആൻ ഓർഡർ 50 ആണ്. നെക്സ്റ്റ് ഞങ്ങൾക്ക് I ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യണത്. I ഫൈൻഡ് ഔട്ട് ചെയ്യണത് മെറ്റീരിയലിൻ്റെ 8% ആണ് വരിക. സോ അവിടെ 2 × 8/100 ദാറ്റ് ഈസ് ഈക്വൽ ടു ഞങ്ങൾക്ക് അവിടെ 0.16 ആയിരിക്കും ഞങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇക്വേഷൻ ചെയ്യാം. സോ ഇക്വേഷൻ ചെയ്യുമ്പോൾ 2500 kg ആണ്. അപ്പോൾ ഈ 2500 kg നിങ്ങൾക്ക് ഓർഡർ ചെയ്യുമ്പോഴാണ് ഇതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. 2500 ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുമ്പോഴാണ് ഞങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് മിനിമത്തിലാവുക. ഇതാണ് ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. സോ അറ്റ് എ ടൈം ഞങ്ങൾ ഓർഡർ ചെയ്യേണ്ടത് 2500 കിലോ ആണ്, കിലോ ഓഫ് മെറ്റീരിയൽ ആണ് ഓർഡർ ചെയ്യേണ്ടത്. അങ്ങനെ ഓർഡർ ചെയ്യുമ്പോൾ ഞങ്ങളുടെ ടോട്ടൽ കോസ്റ്റ് എന്തായിരിക്കും, ഏറ്റവും മിനിമം ആയിരിക്കും. ഇനി ഇതിലൊരു ക്വസ്റ്റ്യൻ കൂടിയും പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. ഒരു വർഷത്തിൽ അപ്പോൾ എങ്ങനെ എത്ര ഓർഡേഴ്സ് കൊടുക്കണം. അപ്പോൾ ഇവിടെ ആനുവൽ കൺസംഷൻ തന്നിട്ടുണ്ട്. ഒരു വർഷം 10,000 കിലോ ആണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ, അറ്റ് എ ടൈം നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ 2500 കിലോ ആണ് ഓർഡർ ചെയ്യണത്. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ഓർഡേഴ്സ് ഉണ്ടായിരിക്കും? നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ 10,000 ഡിവൈഡഡ് ബൈ 2,500. ആനുവൽ കൺസംഷൻ ഡിവൈഡഡ് ബൈ EOQ, അതാണ് ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ഓർഡേഴ്സ് പെർ ഇയർ. സോ ഒരു വർഷത്തിൽ 4 ഓർഡറാണ് ചെയ്യുന്നത്. ഇതാണ് EOQൻ്റെ പ്രോബ്ലം വരുന്നത്, തിയറിയും വരുന്നത്.